പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇതാ വീണ്ടും ഒരു തേജസ്കരണ തിരുനാൾ. നമ്മുടെ കർത്താവിനോടൊത്ത് താബോർ അനുഭവത്തിലേക്ക് ഉയരാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്ന തേജസ്കരണ തിരുനാൾ. ഈ ദിനത്തിൽ നമ്മുടെ ധ്യാനത്തിനായി തിരുസഭ നൽകിയിട്ടുള്ള സുവിശേഷ ഭാഗം ലൂക്ക 9 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം 2 പത്രോസ് 1:16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. സമാന്തര സുവിശേഷങ്ങൾ 3ലും യേശുവിന്റെ തേജസ്കരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 3 സുവിശേഷങ്ങളിലും തേജസ്കരണത്തെക്കുറിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പിലുള്ള വാക്യത്തിലും പത്രോസ് ശ്ലീഹായുടെ വിവരണത്തിലെ ആദ്യ വാചകവും ഒരു വലിയ രഹസ്യം വ്യക്തമാക്കുന്നു. അതായത് യേശുവിന്റെ തേജസ്കരണം അവിടുത്തെ പ്രത്യാഗമനത്തിന്റെ അഥവാ മഹത്വപൂർണമായ പുനരാഗമനത്തിന്റെ ഒരു മുൻ രൂപമാണ്, ഒരു പ്രീവ്യൂ. യോഹന്നാൻ ശ്ലീഹായ്ക്ക് പത്മോസ് ദ്വീപിൽ വെച്ച് യേശുവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ദർശനം ലഭിക്കുന്നുമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ രൂപാന്തരീകരണം ഇപ്രകാരം ആരംഭിക്കുന്നു: അവൻ ഇതു പറഞ്ഞിട്ട്, അതായത് അവിടുത്തെ രാജ്യം കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് യേശു പറഞ്ഞിട്ട് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. ലൂക്ക മാത്രമേ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്നുള്ളൂ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നു പോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. യേശു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക്, ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ മുഖഭാവം മാറി. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞേക്കുന്നത്, അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കമുള്ളവയും ആയി. ഇതുവരെ അനേക ദിവസങ്ങളും മാസങ്ങളും കർത്താവിനോടൊപ്പം നടന്നവരാണ് ഈ ശിഷ്യർ. അപ്പോഴെങ്ങും അവർ ദർശിക്കാത്ത വിധം യേശുവിൻ്റെ മഹത്വം അവർ ദർശിക്കുകയാണ്. യേശു അവരുടെ മുന്നിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം തേജോമയമായി, അവന്റെ വസ്ത്രങ്ങളും വെണ്മയോടെ ശോഭിച്ചു. മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചത് അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നു പോകലിനെ കുറിച്ചാണെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നു. തുടർന്ന് 32 വാക്യത്തിൽ പറയുന്നു, നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവന്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിന്ന ഇരുവരെയും കണ്ടു. അപ്പോൾ യേശു രൂപാന്തരപ്പെട്ടതും മോശയും ഏലിയായും യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും പത്രോസും യോഹന്നാനും യാക്കോബും കണ്ടു. അവർ യേശുവിൻ്റെ മഹത്വം ദർശിച്ചു. അവർ മല കയറി ക്ഷീണിതരാണ്, അതുകൊണ്ട് തന്നെ അവർ നിദ്രാവിവശരായിരുന്നു. എന്നിട്ടും അവർ ഉണർവോടെ ആ മഹത്വം ദർശിച്ചു. ഈ മഹത്വ ദർശനം സിദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ ദൈവമഹത്വം ദർശിക്കുക മാത്രമല്ല, ആ ദൈവമഹത്വത്തിൻ്റെ വലയത്തിൽ അവരായി തീർന്നു. അപ്പോൾ അവർ ഭയപ്പെട്ടു. ഉടനെ മേഘത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ഈ 3 ശിഷ്യന്മാരും യേശുവിൻ്റെ മഹത്വം ദർശിച്ചത് മാത്രമല്ല, സ്വർഗത്തിൻ്റെ സ്വരം കേട്ടു.
പിതാവായ ദൈവം യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത് അവർ കേട്ടു. ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അതായത് ഇതുവരെ നിങ്ങൾ മോശയെയും ഏലിയായെയും ഒക്കെ ശ്രവിച്ചു, എന്നാൽ ഇനി നിങ്ങൾ ഇവന്റെ വാക്ക് ശ്രവിക്കണം. യേശുവിലൂടെ നൽകപ്പെട്ട വെളിപാട് സ്വീകരിക്കണം. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ യേശു അവരോട് കൽപ്പിച്ചിരുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. അതായത് ദൈവമഹത്വം ദർശിച്ചു കഴിയുമ്പോൾ, സ്വർഗത്തിന്റെ സ്വരം ശ്രവിച്ചു കഴിയുമ്പോൾ ഉടനെ അത് ആരോടും വിളിച്ചു പറയാൻ പറ്റില്ല. ഹൃദയത്തിൽ സൂക്ഷിച്ച് അവയെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കും. നാം അറിയാതെ തന്നെ നാം ധ്യാന നിർലീനരായി മാറും. ഈ മഹാരഹസ്യം കൂടുതൽ ഗ്രഹിക്കുന്നതിനായി ധ്യാന നിർലീനരാകും. 2 പത്രോസ് 1:16 പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല, ഞങ്ങൾ അവൻ്റെ ശക്തി പ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമാ പ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിലുണ്ടായിരുന്നു. ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പത്രോസ്ലീഹ ഈ മഹത്വം ദർശിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ലേഖനം എഴുതുമ്പോഴും സ്ലീഹായുടെ മനസ്സിലും ചിന്തയിലും ഓർമ്മയിലും കൂടുതൽ ദീപ്തമാകുകയായിരുന്നു ഈ മഹത്വ ദർശനം. യേശുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ചുള്ള വെളിപ്പെടുത്തലായിട്ടാണ് ഈ താബോർ അനുഭവത്തെ പത്രോസ്ലീഹ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ധ്യാനപൂർവം ഈ താബോർ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. നിരന്തര ധ്യാനത്തിലൂടെ നമുക്കും ദൈവമഹത്വം ദർശിക്കാൻ കഴിയും. ലൂക്കാ തന്റെ സുവിശേഷത്തിലും പത്രോസ്ലീഹ തന്റെ ലേഖനത്തിലും പറയുന്ന ഈ വിവരണം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ ഈ അനുഭവത്തിലേക്ക് നമുക്കും കടന്നു വരാൻ സാധിക്കും. ഈ രൂപാന്തരീകരണം നിരന്തര ധ്യാനത്തിലൂടെ നമ്മിലും സംഭവിക്കും. ഒരു കാര്യം ഓർക്കണം, യേശുവാണ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഈ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. എന്നാൽ വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറയുന്നതനുസരിച്ച് അപ്പസ്തോലന്മാരെ യേശു തിരഞ്ഞെടുക്കുമ്പോൾ യേശു മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ട് പ്രഭാതമായപ്പോൾ ശിഷ്യരെ മലമുകളിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ യേശു അവരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. മിസ്റ്റിക്കൽ ധ്യാന അനുഭവത്തിൻ്റെ പൂർണ്ണതയുടെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നിരന്തര ധ്യാനത്തിലൂടെ ആത്മീയ മല കയറി ദൈവത്തിൻ്റെ പക്കൽ നമുക്ക് എത്താൻ സാധിക്കും. പക്ഷേ ദൈവം നമ്മെ തൻ്റെ മഹത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെയും തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തി തരുന്നത് പോലെയും നമ്മുടെ പരിശ്രമം കൊണ്ടുള്ള ധ്യാനത്തിലൂടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ് ഈ ദൈവമഹത്വ ദർശനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 25-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, സർവ്വ ജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് നീക്കപ്പെടും. അതായത് ദൈവം മറ നീക്കി പ്രത്യക്ഷപ്പെടും. കർത്താവിൻ്റെ മറ നീക്കി പ്രത്യക്ഷപ്പെടൽ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിലാണ്. എന്നാൽ ഇവിടെ
അതിൻ്റെ ഒരു പ്രീവ്യൂ, ഒരു മുൻരൂപം ഈ ശിഷ്യർക്ക് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ തിരുവചന ഭാഗവും അതിൻ്റെ സന്ദേശങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു നമുക്ക് നിരന്തരം ധ്യാനിക്കാം. സർവശക്തനോട് നമുക്ക് അപേക്ഷിക്കാം, കർത്താവേ, ഈ ദൈവജ്ഞാനമാകുന്ന മലമുകളിലേക്ക് ഞങ്ങളെയും അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ആന്തരിക നയനങ്ങൾ തുറന്ന് അങ്ങയെ ദർശിക്കുവാനും അതിലുപരി അങ്ങ് മറനീക്കി പ്രത്യക്ഷപ്പെടുന്ന അനുഭവം സിദ്ധിച്ചവരായി അനുഗ്രഹീതരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ആ അനുഭവത്തിൽ പങ്കാളികളാകാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശു തമ്പുരാനെ, അങ്ങയുടെ മഹത്വം ദർശിച്ച് രൂപാന്തരീകരിക്കപ്പെട്ടവരായി അങ്ങയുടെ മഹത്വത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാം. മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ നമ്മുടെ അന്തരാത്മാവിനുള്ളില് ഒരു താപസ കൂടാരം നമുക്ക് സജ്ജമാക്കാം. ആ താപസ കൂടാരത്തിൽ യേശുതമ്പുരാനോടൊത്തു വസിച്ചുകൊണ്ട് ഇടയ്ക്കിടെ താബോർ അനുഭവത്തിലേക്ക് ഉയരാനും താബോറിൽ നിന്ന് താഴ്വരകളിലേക്ക് പോയി ലോകത്തെ രൂപാന്തരീകരിക്കാനും തീക്ഷ്ണമായി നമുക്ക് ആഗ്രഹിക്കാം. ഈ ആഗ്രഹം നാഥന്റെ തിരുമുൻപിൽ തുറന്നു വെച്ചുകൊണ്ട് തൃപ്പാദത്തിലിരുന്ന് നമുക്ക് ധ്യാനിക്കാം. ധ്യാനിച്ചിരിക്കുമ്പോൾ ആ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രാഞ്ചലത്തിലൊന്ന് തൊട്ടാൽ മതി തനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ആഗ്രഹിച്ച് യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിലൊന്ന് തൊട്ടതേയുള്ളൂ. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. ജോഷുവ സമാഗമ കൂടാരത്തിന് മുന്നിൽ കുമ്പിട്ട് കിടന്ന് ആത്മാവ് കുടികൊള്ളുന്നവനായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് എത്ര അധികമായി ശക്തി പ്രാപിക്കാം. ഓരോ പരിശുദ്ധ കുർബാനയും നമുക്കൊരു താബോർ അനുഭവമായി, ദൈവമഹത്വത്തിൻ്റെ ദർശന അനുഭവത്തിൻ്റെ നിമിഷങ്ങളായി, ഉന്നതത്തിൽ നിന്ന് ശക്തി ആർജിക്കുന്ന നിമിഷങ്ങളായി മാറണം. ആ താബോറിൽ നിന്ന് താഴ്വരകളിലേക്ക് പോകുവാൻ, നമ്മുടെ കർമ്മരംഗങ്ങളിലേക്ക് ഈ ചൈതന്യത്തോടെ കടന്നു പോകാനും അങ്ങനെ ദൈവമഹത്വ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാനും കഴിയണം. നമ്മുടെ അന്തരാത്മാവിനുള്ളില് ത്രിയേക ദൈവത്തിന് വസിക്കുവാൻ വാസയോഗ്യമായ ഒരു ഭവനം നമുക്കൊരുക്കാം. ഒരു താപസ കൂടാരം സജ്ജമാക്കി പരിശുദ്ധ ത്രിത്വത്തോടൊത്ത് നമുക്ക് വസിക്കാം. ആ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയുടെ അനുഭവം ഓരോ പരിശുദ്ധ കുർബാനയിലും ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് നമ്മെ തന്നെ സമർപ്പിക്കാം. ഓരോ കുർബാനയും ഒരു താബോർ അനുഭവമാകട്ടെ. ശുശ്രൂഷാ വേദികൾ ഈ താബോറിലെ ചൈതന്യം പ്രസരിപ്പിച്ചുകൊണ്ട് ലോകത്തെ രൂപാന്തരീകരിക്കുന്ന അവസരങ്ങളുമാക്കി മാറ്റാം. സർവശക്തൻ അതിനായി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.